24 ചാനലിനെ ഞാൻ ഈ മേൽമുറി ലഹരി വിരുദ്ധ കൂട്ടായ്മയ്ക്കും അതുപോലെ തന്നെ APM കളരി സംഘത്തിനു വേണ്ടി പ്രത്യേകം നന്ദി പറയുകയാണ്. സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു വിപത്തിനെതിരെ കേരളത്തിലെന്ന് മാത്രമല്ല ലോകമെമ്പാടും ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനലായ 24 ചാനൽ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു വിപത്തിനെതിരെ ഒരു യാത്ര തന്നെ സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു തർക്കവുമില്ല, ഏറ്റവും നന്ദി പറയേണ്ട ഒന്നാണ്. ഇന്ന് നമുക്കറിയാം, ഈ സമൂഹത്തിൽ ദൈനംദിന പത്രങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് എല്ലാ മേഖലയിലും ഇന്ന് ലഹരി കാർന്നു തിന്നുകയാണ്. അതിനെതിരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചാനൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ സമൂഹത്തിൽ ഇന്ന് നമുക്കറിയാം 2 രൂപത്തിലുള്ള ആളുകളാണുള്ളത്. ഒന്ന് ലഹരി ഉപയോഗിക്കുന്നവരും അത് ഉപയോഗിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു സമൂഹവും. ഈ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഉപയോഗിക്കാൻ തയ്യാറായി നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ലഹരി ഇവിടെ വിപണനം നടത്തുന്നവരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതികൾ. നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ടാവും, നിങ്ങൾക്ക് നല്ല ഡാൻസ് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർ ഈ ലഹരിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കുകയും അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിക്കുന്നവരെ പിന്മാറ്റുകയും ചെയ്യുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പക്ഷേ ഇന്ന് ഈ ലഹരി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവർ ആ ഉപയോഗം നിർത്തിയതിൻ്റെ അപകടങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ലഹരി എന്ന് പറയുന്ന മുൻകാലങ്ങളിൽ കുട്ടികൾ പേപ്പർ ചുരുട്ടി സിഗരറ്റ് വലിച്ച് അങ്ങനെ തുടർ ഒരു പ്രക്രിയയായിട്ടാണ് ലഹരിയിലേക്ക് എത്തുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഈ സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ആ കുടുംബത്തിനും ആ നാടിനും ആ പ്രദേശത്തിനും ഏറ്റവും വിനാശകരമായ ഒരു മനുഷ്യജീവിയായിട്ട് മാറുകയാണ്. അവർ തിരുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ചുമതല. ഈ മേൽമുറി ലഹരി വിരുദ്ധ കൂട്ടായ്മയും അതുപോലെ തന്നെ APM കളരി സംഘമൊക്കെ ഇതിനു വേണ്ടി ഒരുപാട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഒരാഴ്ചയായിട്ടുള്ളൂ. നമുക്കറിയാം, ഇവിടുത്തെ മീഡിയകളിലും ഇവിടുത്തെ പൊതുജനവും എല്ലാവരും ഇത് ഏറ്റെടുത്തതിന് ശേഷം വളരെ അത്ഭുതപ്പെടുത്തുന്ന സംഗതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 8 ദിവസം കൊണ്ട് അല്ലെ 9 ദിവസം കൊണ്ട് കോടിക്കണക്കിന് ലഹരിയാണ്, വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് ഇന്ന് പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പോലും അത് പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മുന്നേറ്റം ഒരു വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു അവസ്ഥ എത്തില്ലായിരുന്നു നമുക്ക്. അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ എക്സൈസും ഇവിടുത്തെ പോലീസും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതോടൊപ്പം തന്നെ ഈ പൊതുസമൂഹം എന്ത് ചെയ്യണം, അതിനോട് പൂർണ്ണമായ പിന്തുണ നൽകണം. എന്നാലേ ഈ വിപത്ത് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. ഇന്ന് നമുക്കറിയാം, ഞാനൊരു അധ്യാപകനാണ്. എനിക്കുള്ളൊരു അനുഭവം പറയുമ്പോൾ അത് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. ഇപ്പോൾ അടുത്ത കാലങ്ങളിലായിട്ട് നമ്മളൊരു രക്ഷിതാവിനെ വിളിച്ച് പറയാണ്, നിങ്ങളെ കുട്ടി ലഹരി അല്പം ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ രക്ഷിതാവിൻ്റെ പ്രതികരണം വളരെ മോശമായ രീതിയിലേക്കാണ് വരുന്നത്. ആരാണത് പറഞ്ഞത്? എവിടുന്നാണ് കിട്ടിയത്? അത് തെളിയിച്ചു കൊടുത്താൽ മാത്രമേ ആ രക്ഷിതാവ് അടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളൂ. ഞാൻ പറയുന്നത് അതൊക്കെ തടയാനുള്ള നല്ല മാർഗങ്ങൾ ഇവിടെ ഉണ്ട്. ഈ സർക്കാരും ഈ ഗവൺമെൻറ്റും ഈ സാഹചര്യങ്ങളൊക്കെ ആ ടെക്നോളജിക്ക് ഉപയോഗിക്കണം. നമുക്കറിയാം, ഇന്ന് ഒരു ന്യൂസ് ചാനൽ ഞാൻ കണ്ടു, ഏതൊരു കുട്ടി ലഹരി ഉപയോഗിക്കുകയാണെങ്കിലും ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം. നമുക്കറിയാം, കൊറോണ എന്ന് പറയുന്ന വലിയൊരു വിപത്ത് നമ്മുടെ മുമ്പിൽ നിന്ന് ഇവിടുന്ന് നീക്കപ്പെട്ടു. അത് ടെസ്റ്റിലൂടെയാണ് നീക്കപ്പെട്ടത്. നമുക്കറിയാം, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ ഒരു ടെസ്റ്റ് സംവിധാനം ചെയ്യുകയാണെങ്കിൽ ഒരു അനൗൺസ്മെൻറ്റിലൂടെ നമുക്ക് പറയാൻ കഴിയും, ആ കുട്ടികളെയും ഈ സമൂഹത്തെയും പിന്മാറ്റാൻ കഴിയും. കുട്ടികൾ ഭയത്തോടെ ഇത് കാണുന്നില്ല. ഇന്ന് കുട്ടികൾ മുഴുവനും ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് ഇന്ന് തെരുവിലിറങ്ങി ഇതിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അധ്യാപകരായാലും നാട്ടുകാരായാലും എല്ലാവരെയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു മഹായജ്ഞത്തിൻ്റെ ഭാഗമാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നിങ്ങളുടെ ഈ സഹകരണത്തിന്, നിങ്ങളുടെ ഈ പ്രോത്സാഹനത്തിന്, നിങ്ങളുടെ ഈ ഒരു പ്രചരണത്തിന് എല്ലാവിധ നന്ദിയും ഞങ്ങളുടെ ഈ APM കളരി സംഘത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെ ഭാഗമായി നന്ദി പറയുകയാണ്. ഞങ്ങളുടെ പ്രദേശത്തുള്ള കാരണവന്മാർ, മഹല്ല് കമ്മിറ്റികൾ, അതുപോലെ തന്നെ ഇവിടുത്തെ സാംസ്കാരിക ക്ലബ്ബ്, സാംസ്കാരിക പ്രവർത്തകർ, ഓട്ടോ യൂണിയനുകാർ, ഇവിടുത്തെ കളരിയിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഈ പ്രദേശത്തിന് വേണ്ടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ് എടുക്കുന്നത്. എൻ്റെ കേരളം എനിക്കൊന്നും അഭിമാനമാണ്. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു.
മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ.